മെക്കാർക്ക് ഇന്ത്യയുടെ ഓൾ ഇൻ വൺ മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഇതിൽ ക്രീസിങ്, ഗ്ലൂയിങ്, പ്രസ്സിങ്, കട്ടിങ് എല്ലാം കൂടെ വരുന്ന മോഡലാണ്. അപ്പോൾ നമ്മളിതിൽ ഫുള്ള് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക കാര്യങ്ങൾ എല്ലാം നമ്മളിതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മളൊരു ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം നമുക്ക് ക്രീസിംഗ് ലൈൻ എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചില പേപ്പേഴ്സിൽ നമുക്ക് മാർക്കിങ്ങും ഓൾറെഡി ഓഫ്സെറ്റ് പ്രിന്റിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ക്രീസിംഗ് വീല് സെറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. എല്ലാ ക്രീസിംഗ് വീൽസിനും നമുക്ക് ഈ അലങ്കി യൂസ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പേപ്പറിലുള്ള നമ്മൾ മാർക്ക് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പേപ്പർ ഇതിലേക്ക് ഇൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലുള്ള ഗൈഡ് സെറ്റ് ചെയ്യാം. പേപ്പറിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ഈ ഗൈഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഈ ക്രീസിംഗ് വീൽസ് ഒക്കെ നമ്മൾ ഇതേപോലെ അല്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ ആ മെഷർമെന്റ് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ എല്ലാ അലങ്കീസും താഴെയുള്ളത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലുള്ള ക്രീസിംഗ് വീൽസ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ക്രീസിംഗ് വീൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രഷർ ഇനി പേപ്പറിന്റെ തിക്നെസ് കാര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രീസിങ്ങിന്റെ ലൈൻസ് ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെന്റർ മാത്രം ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ബോട്ടം ക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീസിംഗ് വീൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രീസ് ചെയ്തതിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാ ബാഗിൻ്റെയും ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഗ്ലൂ ടാങ്ക് വരുന്നത്. ഇതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ ഓളിംഗ് മെഷീനിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗ്ലൂയിങ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ സൈഡ് പേസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിന്റെ ഫോൾഡിംഗ് ആണ് ചെയ്യാം. നമ്മൾ സൈഡ് പീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോൾഡിംഗ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബോട്ടം ഫോൾഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടാണ് ഇപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്തിട്ട് പേസ്റ്റിങ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും തന്നെ ബോട്ടം നമ്മൾ ഗ്ലൂയിങ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രസ്സിംഗ് ആണ്. ഇതാണ് നമ്മൾ പ്രസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന റബ്ബർ റോളർ. അതിൻ്റെ താഴെ മെറ്റലിൻ്റെ റോളറാണ് വരുന്നത്. അതിനിടയിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോഴാണ് ബാഗ് പ്രസ്സായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ക്രീസിങ് വീൽസ്. ഒന്നെങ്കിൽ ഈ ക്രീസിങ് വീൽസ് നമ്മൾ രണ്ട് സൈഡിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രഷർ മാക്സിമം കുറച്ച് പൊക്കി വെക്കണം. ആ രീതിയിൽ ചെയ്യണം. ഇനി നമ്മളിതിന് ഹാൻഡിൽസ് ഫിക്സ് ചെയ്യണം. പേപ്പർ ഹാൻഡിൽസ് ആണെങ്കിൽ നമുക്കിവിടെ ഗ്ലൂയിങ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി നൈലോൺ ഹാൻഡിൽസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിനു ശേഷം നമുക്ക് അയലത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അയലത്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹോൾസ് അടിച്ചിട്ട് നമുക്ക് ഹാൻഡിൽസ് ഫിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നൈലോൺ ഹാൻഡിൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം നമ്മൾ ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം.